ഹലോ ഗൈസ്, നമ്മളെവിടെ പോവാ കഴിയാൻ വീട്ടിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതൊരു എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്, ഒരു കുട്ടി എൻഗേജ്മെൻറ്റ് വ്ളോഗ് എന്ന് പറയാം. അപ്പോൾ എൻഗേജ്മെൻറ്റ് വേറെ ആയിരുന്നല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ അളിയൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ സൺഡേ ആയിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ തലേന്ന് അവിടെ കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റ് ഒക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ മിന്നും തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമൻ്റെ വീട്ടിൽ നിന്ന് രാത്രി ഞങ്ങളിതാ ചോക്ലേറ്റ് ഒക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻഗേജ്മെൻ്റ് ഉള്ള കുട്ടീൻ്റെ വീട് വയനാട് മാനന്തവാടി ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് രാവിലെ 7 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ ഇതാ രാവിലെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതാ ബസ്സിൽ പാട്ടൊക്കെ പ്ലേ ചെയ്തപ്പോൾ ജാനിമോള് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് പാട്ടൊക്കെ പാടേണ്ട ആള്. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയ കാരണം ആരും ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു. അപ്പോൾ ബസ്സിൽ ചായയും രാവിലെ കഴിക്കാനുള്ളതൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വയനാട് ചുരമൊക്കെ കഴിഞ്ഞാൽ ബസ് മേലെ നിർത്തി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പോയത്. അങ്ങനെ ഇതാ ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് നടക്കുകയായിരുന്നു. കുറച്ച് ഉള്ളിലോട്ടാണ് വീട്. അപ്പോൾ ബസ് മാക്സിമം വരാൻ പറ്റുന്നിടത്തോളം വന്ന് ബാക്കി ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് എല്ലാവരും. പോകുന്ന വഴിക്ക് എല്ലാവരും നോട്ട് ഓരോ വീട്ടിലെ ചെടിയിലേക്കായിരുന്നു. നല്ല നല്ല ഭംഗിയുള്ള പൂവുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു എല്ലാവരുടെ പ്ലാനും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആദ്യം തന്നെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ അതിന് ശേഷമായിരുന്നു മിഠായി കൊടുക്കലും ബ്രേസ്ലെറ്റ് ഇടലൊക്കെ. അപ്പോൾ റിംഗ് എക്സ്ചേഞ്ചും കാര്യമൊന്നുമില്ല. ആക്ച്വലി നമ്മളെ മണവാളൻ നാട്ടിലില്ല, ആള് അങ്ങ് ദുബായിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ കാർന്നോമാരെ ഡേറ്റ് ഉറപ്പിക്കലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു. ബിരിയാണി കഴിച്ച് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു അരുവി ഉള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി. സംഭവം കൊള്ളായിരുന്നു. അവിടെ സ്ലിപ്പാവുന്ന കാരണത്താൽ ഞങ്ങളാരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ആണുങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ സ്ഥലം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണ് ലൊക്കേഷൻ അയച്ചു തരാനൊക്കെ. ഇത് നമ്മുടെ മാനന്തവാടി കാട്ടിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല, ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങളവിടെ പോയ സമയത്ത് അവിടെ അടുത്തുള്ള സ്ത്രീകളൊക്കെ ആ വെള്ളത്തിൽ അലക്കിയും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അധിക നേരമൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല, തിരിച്ച് വരാനുള്ള സമയം ആയതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വയനാട് ചുരമൊക്കെ എത്തിയപ്പോൾ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടി. ഞായറാഴ്ച ആയതുകൊണ്ടാണോ അറിയില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ ഇതാ ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചത്.
അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ ഗൈസ്